നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഇന്ന് കളിക്കാൻ ഇറങ്ങുകയാണ്. എതിരാളികൾ കൊളംബിയയാണ്. ഒട്ടും എളുപ്പമല്ലാത്ത പോരാട്ടമാണ്. ഇന്നാണ് ബ്രസീലിൽ മത്സരമെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ 6:15 മത്സരം ആരംഭിക്കുന്നത്. ഈ കളിക്കുള്ള ബ്രസീലിയൻ ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ജാവോ പെഡ്രോ സ്ട്രൈക്കറുടെ റോളിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ജാവോ പെഡ്രോയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സാവിഞ്ഞോ ആദ്യ ലെവലിൽ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ. മുന്നേറ്റ നിരയിൽ റോഡ്രിഗോയും വിനിയും റാഫിഞ്ഞയും പിന്നെ ജാവോ പെഡ്രോയും വിനിയും ചേർന്നുകൊണ്ട് 2 സ്ട്രൈക്കർമാർ എന്ന രൂപത്തിലായിരിക്കും ബ്രസീലിൻ്റെ ഫോർമേഷൻ എന്നും ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ജാവോ പെഡ്രോയെ കളിപ്പിക്കുന്നു? എതിരാളികളുടെ ഫിസിക്കും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ജാവോ പെഡ്രോയെ കളിപ്പിക്കാൻ തീരുമാനിക്കുന്നത് എന്ന് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഇന്നലെ കോച്ച് ജാവോ പെഡ്രോയുടെ മികവിനെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. കോച്ച് ഡൊറിവാൾ ജൂനിയർ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്, ജാവോ വളരെയധികം ക്രിയാത്മകമായിട്ട് കളിക്കാൻ കപ്പാസിറ്റിയുള്ള ആളാണ്. അദ്ദേഹം ഒരു പ്രത്യേക സ്ഥലത്ത് അങ്ങനെ ഉറച്ചു നിൽക്കാതെ പൊലാറ്റയിലായിട്ട് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന താരമാണ്. അതേസമയം ബോക്സിലേക്ക് ഒരുപാട് നീക്കങ്ങൾ നടത്താനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം കളിക്കുന്ന ക്ലബിന് വേണ്ടി അത്തരത്തിലുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തുന്നു. ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തെ മെയിൻ സ്ട്രൈക്കറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു റെഫറൻസ് പ്ലെയറെ പോലെ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്ന രൂപത്തിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അദ്ദേഹത്തിന് ഈ ഒരു കപ്പാസിറ്റി വെച്ചുകൊണ്ട് തന്നെ മുന്നേറ്റത്തിന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ അദ്ദേഹത്തിന് മികച്ച രൂപത്തിൽ സഹായിക്കാനും പറ്റും. ഞാനിവിടെ ശ്രമിക്കുന്നത് ഓരോ താരങ്ങളും അവരുടെ ക്ലബ്ബിൽ ഏത് പൊസിഷനിൽ കളിക്കുന്നുവോ ആ പൊസിഷനിൽ തന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ 1-2 ചേഞ്ചസ് ഒക്കെ ഓപ്പണൻസിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വന്നേക്കും. പക്ഷേ മാക്സിമം ശ്രമിക്കുന്നത് ഓൾറെഡി അവർക്കുള്ള കഴിവ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നുകൂടി ഡൊറിവാൾ ജൂനിയർ പറയുന്നുണ്ട്. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ക്രൂഷ്യലാണ്. കാരണം ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 5-ാം സ്ഥാനത്താണ് ബ്രസീൽ ഉള്ളത്. കൊളംബിയ ആവട്ടെ 4-ാം സ്ഥാനത്ത്. വിജയിച്ച 2-ാം സ്ഥാനത്തേക്ക് വരെ ഉയരാനുള്ള സാഹചര്യം ബ്രസീലിനുണ്ട്. തോറ്റാൽ 7-ാം സ്ഥാനത്തേക്ക് വീണു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വിജയിച്ചേ പറ്റൂ. ഡൊറിവാൾ ജൂനിയറിൻ്റെ ഈ ഒരു നീക്കം, അതായത് ജാവോ പെഡ്രോയെ പ്ലേയിങ് 11-ൽ ഇറക്കിക്കൊണ്ടുള്ള നീക്കം ഫലം കാണുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.